ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകാം. അപകടങ്ങളിൽ നമ്മൾ സാധാരണ അപകടങ്ങൾ പെടുമ്പോൾ ശത്രുവാണോ ഇരയാണോ അല്ലെങ്കിൽ ആരാണ് എന്നൊന്നും നോക്കാറില്ല. അവരെ രക്ഷപ്പെടുത്തുന്നതിന് ഒരു നല്ല മനസ്സ് കാണിക്കും പലരും. മിക്കവാറും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. തൻ്റെ മുന്നിൽ അകപ്പെട്ട മത്സ്യത്തെ കഴിച്ച് വിശപ്പടക്കുന്നതിന് പകരം മീനിനെ രക്ഷപ്പെടുത്തുന്ന കൊക്ക്. ആദ്യം മടിച്ചു നിന്നെങ്കിലും മീനിനെ രക്ഷിക്കാൻ ഒരുങ്ങുകയാണ് കൊക്ക്. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. അക്ഷയ ബിജി ചേരുന്നു. ഗുഡ് മോർണിംഗ് അക്ഷയ. ഗുഡ് മോർണിംഗ് അക്ഷയ, നമ്മൾ സാധാരണ കൊക്കിന്റെ ഭാഗത്തു നിന്നും തീരെ പ്രതീക്ഷിക്കാനേ കഴിയില്ല. കാരണം പ്രകൃതിദത്തമായ അവരുടെ ചില ചോദനകളുണ്ട്. വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക, അതിനപ്പുറം ഒന്ന് ഈ കൊക്ക് ചിന്തിക്കുമെന്ന് നമുക്ക് കരുതാനേ കഴിയില്ല. പക്ഷേ ഈ സാഹചര്യത്തിൽ വളരെ അപൂർവമായൊരു കാഴ്ചയായിപ്പോയി. ശരിക്കും എന്തായിരിക്കും കൊക്കിന്റെ മനസ്സിൽ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ അതെന്തായിരിക്കും എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. അക്ഷയോ? ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ ആദ്യം കണ്ട സ്ഥലത്ത് തീരെ വെള്ളമില്ല. അപ്പോൾ ജീവന് വേണ്ടി ഇങ്ങനെ പിടയുകയാണ് ആ മീൻ. അപ്പോൾ അതിനെ രക്ഷപ്പെടുത്തി കുറച്ചുകൂടി ആഴത്തിലുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടെത്തിച്ചു എന്നാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് വിശക്കുമ്പോൾ മാത്രമാണ് പൊതുവിൽ മൃഗങ്ങൾ വേട്ടയാടുകയും ഇരകളെ തേടുകയും ഒക്കെ ചെയ്യുന്നത്. അല്ലാത്ത സമയമൊക്കെ അവർ പൊതുവിൽ വളരെ സഹകരണ മനോഭാവത്തോടു കൂടി ജീവിക്കുന്ന ആളുകളാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. വസ്തുത എത്രത്തോളമാണെന്ന് എനിക്ക് നിശ്ചയമില്ല. എന്നിരുന്നാൽ പോലും അത്തരത്തിലുള്ള കാട്ടിൽ നിന്നുള്ള ചില ദൃശ്യങ്ങളൊക്കെ മുൻപ് തത്സമയം റിപ്പോർട്ടറിൽ തന്നെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ആ ഒരു ചിന്തയായിരിക്കാം. കൊക്കിന് വളരെ നിസ്സാരമാണ്. ഒന്ന് കൊത്തിയെടുത്ത് അപ്പുറത്ത് കുറച്ച് മാറി കുറച്ചുകൂടി വെള്ളമുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടെത്തിക്കുകയാണ്. ഒരു ജീവനാണ് രക്ഷപ്പെടുത്തിയത്. അത് സഹതാപവും അനുകമ്പയും ഒക്കെ മനുഷ്യർ മാത്രം പ്രകടിപ്പിക്കുന്നതാണ് എന്ന് ചിലപ്പോഴെങ്കിലും നമ്മൾ കരുതാനും പറയാറുമൊക്കെയുണ്ട്. പക്ഷേ അങ്ങനെയല്ല. ഈ മനുഷ്യർക്ക് മാത്രമല്ല, മൃഗങ്ങൾക്കും ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങളൊക്കെയുണ്ട്. അവരും തൻ്റെ സഹജീവികളോട് ഇങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കുന്നു. അതാണ്, മൃഗങ്ങൾ പരസ്പരം സ്നേഹിക്കുകയും കരുതൽ കാണിക്കുകയും ചെയ്യുന്ന വീഡിയോകളൊക്കെ ഈ അടുത്തിടെയായിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കാറുണ്ട് അല്ലേ? സമൂഹ മാധ്യമങ്ങൾ വഴി നമ്മളൊക്കെയും കാണാറുണ്ട്. നമ്മുടെയൊക്കെ മനസ്സിലൊരു അലിവ് ഇങ്ങനെ തോന്നിപ്പോവുകയും ചെയ്യാറുണ്ട്. ശരിയാ?